അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, ഇവിടെ ഒന്നും ഒളിക്കാനില്ല, ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണല്ലോ ആദ്യം മുതലേ CPM-ന്റെ വാദം. ആദ്യം മുതലേ പറയുന്നത് ചെയ്ത സേവനത്തിന് തന്നെയാണ് കരിമണൽ കർത്താൽ 1.25 കോടി വാങ്ങിയത് ചെയ്ത സേവനത്തിന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രിയുടെ മകളെ കേട്ടില്ല, ഇന്റർവ്യൂ സെന്ററിലോട് വന്നപ്പോൾ ശരി കേട്ടില്ല, ROC വന്നു, അപ്പോൾ ഇവേസീവാണ് എന്നൊക്കെ പറഞ്ഞു. SFI അന്വേഷണം വരുന്നു, 8 മാസത്തെ സമയപരിധിയുണ്ട്. വളരെ കൃത്യമായി കാര്യമായി മാസങ്ങളെടുത്ത് ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് SFIയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നിരിക്കെ എന്തിനാണ് അന്വേഷണത്തിന് തടവെക്കുക എന്നൊരു ചിന്ത എക്സാലോജിക്കിന്? ശ്രീ ബി എൻ അസ്കർ. ഹഷ്മി, പ്രശസ്ത ആംഗലേയ നോവലിസ്റ്റായ ജോർജ് ഓർവെലിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നിരീക്ഷണമുണ്ട്. എവറിത്തിങ് ഫേഡഡ് ഇൻ ടു മിസ്, ദ പാസ്റ്റ് വാസ് ഇറേസ്, ദ ഇറേഷ്യർ വാസ് ഫോഗട്ടൺ, ദ ലൈ ബിക്കെയിം ട്രൂ. എല്ലാം കോടമഞ്ഞിൽ മങ്ങിയെന്നും ഭൂതകാലം മായ്ച്ചു കളഞ്ഞുവെന്നും മായ്ച്ചത് മറഞ്ഞുവെന്നും നുണകൾ സത്യമായി മാറുന്നു എന്നും അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഈ കെട്ടകാലത്തെക്കുറിച്ചാണ് ജോർജ് ഓർവെൽ വളരെ മുമ്പേ പ്രവചിച്ചത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അങ്ങൊരു കാര്യം മനസ്സിലാക്കൂ, നിയമത്തിൽ ഡോക്ട്രിൻ ഓഫ് പ്രപ്പോർഷണാലിറ്റി എന്ന് പറയുന്ന ഒരു സംജ്ഞയുണ്ട്. ആ സംജ്ഞ എന്ന് പറയുന്നത്, ആ തത്വശാസ്ത്രം എന്ന് പറയുന്നത്, ഭരണപരമായ പ്രവർത്തനം ആഗ്രഹിച്ച ഫലങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹത്തെക്കാൾ അതിരു കടക്കരുത് എന്നുള്ളത് ആണ് ഡോക്ട്രിൻ ഓഫ് പ്രപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ടൂട്ടൻ എൻക്വയറി നടന്നിരിക്കുന്നു. ടൂട്ടൻ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അതിവിദഗ്ധമായി SFI പോലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു. സഹാറ കേസ് നമുക്കറിയാം. ഇന്ന് അരവിന്ദ് പി ദത്താർ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തൻ്റെ വാദമുഖങ്ങൾ നിരത്തിയതാണ്. നൂറുകണക്കിന് കോടി രൂപ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെതായും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കേസിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന സ്ഥാപനം അന്വേഷണം നടത്തേണ്ടത്. നിയമപരമായി നേടേണ്ടതും നടത്തുന്നതിന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് അരവിന്ദ് പി ദത്താർ ചില്ലറ അഭിഭാഷകനല്ലോ. അരവിന്ദ് പി ദത്താർ വലിയ അഭിഭാഷകനാണ്, കുൽക്കർണി അതിലും വലിയ അഭിഭാഷകനാണ്. അരവിന്ദ് പി ദത്താറിന്റെ വേറെ ബോർഡ്സ് നോക്കുകയായിരുന്നു. വലിയ കോർപ്പറേറ്റ് കാര്യ വലിയ അഭിഭാഷകനാണ്. 1.25 കോടി രൂപയുടെ 1.25 കോടി എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല എന്നാണല്ലോ പറയുന്നത്. അതിനുവേണ്ടി അരവിന്ദ് ദത്താറിനെ കൊണ്ട് എക്സാലോജിക്കിന്റെ കാര്യം, എക്സാലോജിക്കല്ല അതിൽ പണം കൊടുക്കുന്നത്, CS വൈദ്യനാഥിന്റെ പണം എന്റെയും അങ്ങയുടെ പണമാണെങ്കിലും. ഹസ്കർ, ഏത് SFIയോ ഏത് CBIയോ ED ഏതെങ്കിലുമൊക്കെ വഴിക്ക് വരട്ടെന്നേ, ചെയ്ത സേവനം എന്താണെന്ന് പറയാനുള്ള ആർജവം ഉണ്ടെങ്കിൽ അതിന് മുടക്കേണ്ട കാര്യമുണ്ടോ ഹസ്കർ? അങ്ങനെയല്ല. എക്സാലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട്. കമ്പനി നിയമത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു ഇന്ററിം റിപ്പോർട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾ ഒരു അസ്വാഭാവികതയും നാളിതുവരെ കണ്ടില്ല. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് അങ്ങനെ ഒരു ഇന്ററിം റിപ്പോർട്ട് നൽകാൻ കമ്പനി നിയമത്തിൽ ഒരു തരത്തിലും അനുവാദമില്ലാത്തടത്താണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അങ്ങനെ ഒരു ഇന്ററിം റിപ്പോർട്ട് നൽകുന്നത്. ആ റിപ്പോർട്ടിന് ശേഷം 15/5/2021 കർണാടകയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക്കിന് നോട്ടീസ് നൽകുന്നു. CMRലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കണമെന്ന്. 22/2/2021 അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എക്സാലോജിക്ക് കൃത്യമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകുന്നു. വീണ്ടും ഒക്ടോബർ മാസം 1-ാം തീയതി 2021 വീണ്ടും നോട്ടീസ് നൽകുന്നു. വിവരങ്ങൾ അവ്യക്തമാണെന്നുള്ളതുകൊണ്ട് വീണ്ടും വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടി നേരിട്ട് ഹാജരാകണമെന്ന് പറഞ്ഞ് ജൂൺ 24, 2022 എക്സാലോജിക്കിനും ശ്രീമതി വീണ ടിക്കും അങ്ങനെ ഒരു നോട്ടീസ് നൽകുന്നു. 6/7/2022 രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുമ്പിൽ എക്സാലോജിക്കിന്റെ പ്രതിനിധി വിവരങ്ങൾ നൽകുന്നു. 22/7/2022 ശ്രീമതി വീണ ടി തന്നെ നേരിട്ട് കമ്പനി രജിസ്ട്രാർക്ക് മുന്നിൽ പോയി വിവരങ്ങൾ നൽകുന്നു. നാളിതുവരെ ഈ വിവരങ്ങളെല്ലാം മറച്ചുവെച്ചു എന്നായിരുന്നു. വീണ ഹാജരായ കാര്യം എവിടെ നിന്ന് കിട്ടിയാണ് നൽകിയിട്ടുണ്ടെന്നേ. അല്ല, ROCക്ക് മുമ്പിൽ വീണ പോയി ഹാജരായ കാര്യം ഹസ്കറിന് കിട്ടിയത് എവിടെ നിന്നാണ്? ഇന്ന് അങ്ങനെ ആര് പറഞ്ഞാണ്? ഇന്ന് അരവിന്ദ് പി ദത്താറിന്റെ വാദമുഖങ്ങളിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള ഹർജിയുടെ പകർപ്പങ്ങ് പരിശോധിച്ചു നോക്കിയാൽ കൃത്യമായി ഈ വിവരങ്ങൾ എക്സാലോജിക് നൽകിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം കോടതി മുമ്പാകെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ വിവരങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. എനിക്ക് ലഭിച്ച വിവരങ്ങൾ അദ്ദേഹം കോടതി മുമ്പാകെ പറഞ്ഞുവെങ്കിൽ ആ വാദമുഖങ്ങൾ കൃത്യമായി വിവരങ്ങൾ കൊടുത്തിരിക്കുന്നു. അരവിന്ദ് പി ദത്താർ എന്ന് പറയുന്ന ലക്ഷങ്ങൾ വിലയുള്ള വക്കീലിന്റെ വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചുവെങ്കിൽ പ്രധാന വാദം എന്തായിരുന്നു? ROC അന്വേഷണത്തിൽ ഈ SFI അന്വേഷണം വിലപ്പോവില്ല എന്നതല്ലേ? കോടതി എടുക്കുന്ന തീരുമാനം എന്താണ്? SFIക്ക് രേഖകൾ മൊത്തം കൊടുക്കാനാണ് കോടതി പറയുന്നത്.
SFIOയ്ക്ക് ഈ സകല രേഖകളും കൊടുക്കുക എന്നാണ് കോടതി പറയുന്നത്. ഭാസ്കർ, എന്തിനാണ് അപ്പോൾ അങ്ങനെ കോടതി പറയുന്നത്? ഈ പറഞ്ഞ ROCക്ക് മുമ്പിൽ പോയി എല്ലാം എന്താണ് വീണ വിജയൻ നേരിട്ട് പോയി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി എന്ന് ദത്താറിന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിൽ SFIOയ്ക്ക് രേഖകൾ കൊടുക്കാൻ പറയുന്നത് എന്തിനാണ് ശ്രീ ഭാസ്കർ? ഹാഷ്മി, 212 എൻക്വയറി നടക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തെ മുഴുവൻ അന്വേഷണ ഏജൻസികളെയും ചേർത്തു പിടിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നുള്ള അധികാരം SFIOയ്ക്കുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു അന്വേഷണം നടത്തിയാൽ അത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി നിങ്ങൾ പറയുന്ന ശ്രീമതി വീണ ടിക്ക് എതിരെ വീണ ടിക്കെതിരെ നടത്തുന്ന ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള അന്വേഷണമാണ് എന്ന് അങ്ങേക്ക് ഇതുവരെ പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? 1.72 കോടി രൂപയുടെ ഇടപാടുകൾ 2 കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത് പറയട്ടെ. അല്ലെങ്കിൽ അത് താങ്കൾ നേരത്തെ തുടക്കത്തിൽ ഓർവെലിന്റെ കോടമഞ്ഞ് പറഞ്ഞില്ലേ? ആ കോടമഞ്ഞിൽ ഇപ്പോഴും നിൽപ്പാണ് സാർ. 1.25 കോടി രൂപ കരിമണൽ മുതലാളിയുടെ കയ്യിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ, നാടിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ, പരിസ്ഥിതി മന്ത്രിയുടെ മകൾ എന്തിനു വാങ്ങി എന്ന രാഷ്ട്രീയ ചോദ്യം ആ കോടമഞ്ഞിൽ ഉത്തരവില്ലാതെ ഇപ്പോഴും നിൽപ്പാണ്. അതുകൊണ്ടാണ് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ പറ്റാത്തത് CBI ഭാസ്കർ. അങ്ങനെയല്ല. 2 കമ്പനികൾ തമ്മിൽ നടത്തുന്ന ഒരു കോർപ്പറേറ്റ് ലോകത്ത് 2 കമ്പനികൾ നടത്തുന്ന ഇടപാടുകളെ സംബന്ധിച്ച് അത് അവ്യക്തതയുണ്ടോ വ്യക്തതയുണ്ടോ അല്ലെങ്കിൽ കോടമഞ്ഞിൽ മാഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ട് ശ്രീമതി വീണ ടിയെ നിങ്ങൾക്ക് വേട്ടയാടണം? നിങ്ങൾ വീണ ടിയെ ശ്രീമതി വീണ വിജയൻ അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് നമ്മളിത് പലയാവർത്തി പറഞ്ഞതാണ്. നമ്മുടെ ഈ ചർച്ചയുടെ കാറ്റ് തീരും എങ്ങനെയാണ്? എക്സാലോജിക് എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി അതിനുവേണ്ടി ഇറങ്ങാൻ പാടില്ല. സംസ്ഥാന സെക്രട്ടറിന്റെ വാർത്താക്കുറിപ്പല്ല, കേന്ദ്ര കമ്മിറ്റി അംഗം എക്സാലോജിക്കിന്റെ ഒരു PR കണക്കെന്ന് വീറോടെ വാദിക്കലല്ല, ഒന്നും വേണ്ട. എക്സാലോജിക്ക് ഒരു കീറക്കടലാസിൽ 1 ടാലി, 2 പവർ ബിൽഡർ, 3 MS ഓഫീസ്, ഈ പറയുന്ന പൊട്ടവാദം തന്നെ മതി. എക്സാലോജിക്ക് ഒരു കീറക്കടലാസിൽ ഇറക്കി പുറത്തേക്ക് വിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ശ്രീ BN ഭാസ്കർ. അതുപോലും ചെയ്യാത്തത് എന്താണ്? എന്നിട്ട് രാഷ്ട്രീയ വേട്ടയോ? അതെങ്ങനെയാണ് ശരിയാവുക? ചോദ്യം അവിടെ നിൽപ്പല്ലേ? അശ്മി, ഒരു തരത്തിൽ ആ ചോദ്യം നിൽപ്പില്ല. ആ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നത് ശ്രീമതി വീണ ടിയുടെ വാലറ്റത്തിലുള്ള വിജയൻ എന്ന് പറയുന്ന സഖാവ് പിണറായി വിജയനിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ്. സഖാവ് പിണറായി വിജയനിലൂടെ CPMലേക്ക് എത്തുന്നതിന്. അതുകൊണ്ടാണ് സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററും സഖാവ് AK ബാലനും ഒക്കെ പരിചയെടുത്ത് ഇക്കാര്യത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പടക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. നിങ്ങൾ രാഷ്ട്രീയ വേട്ടയ്ക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായി കയ്യും കെട്ടി നോക്കി നിൽക്കാനാവും. ഷോണി ഹർജി കൊടുത്തതിന്റെ സതുദ്ദേശത്തെ കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലായിരുന്നു. ഷോണിന്റെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിരുന്നതല്ലേ? ശരി ശരി, നമുക്ക് ഒരു തരത്തിൽ ഏത് ഘട്ടത്തിലാണ് ഞങ്ങൾ പ്രതിരോധിക്കാതിരിക്കുന്നത്? ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, പണ്ട് കൊടിയേരിയുടെ മകന് സമാനമായ കേസുണ്ടായപ്പോൾ അത് അതേതോ വ്യക്തിപരമായ പ്രശ്നമാണെന്നൊക്കെ പാർട്ടി പറഞ്ഞായിരുന്നു കേട്ടോ. CBI ഞാൻ അങ്ങനെയൊക്കെ എത്താം.